എൻ്റെ പേര് സബിത. എനിക്ക് 30 വയസ്സുണ്ട്. എൻ്റെ ഇപ്പോഴത്തേത് ഒരു രണ്ടാം വിവാഹമാണ്. ആദ്യത്തെ വിവാഹം കഴിഞ്ഞ ശേഷം ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുതിയൊരാളെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ആള് ഒരു മേസ്തിരിയാണ്. അയാളും ചെറിയൊരു കുടുംബമൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടില്. എൻ്റെ ഫാമിലിയും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി തന്നെ. പക്ഷേ എന്തിനും ഇവരെക്കാളും കുറച്ചുകൂടെ സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ട്. എങ്കിലും രണ്ടാം വിവാഹം ആയതുകൊണ്ട് തന്നെ ഒരു മേസ്തിരി മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഒരു പുതുമ നവാട്ടി എന്ന പോലെ ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, പിന്നെ ഭർത്താവിൻ്റെ സിസ്റ്റർ. ഇത്രയും പേരും ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഞാൻ അവിടേക്ക് ചെല്ലുന്നത്. ഒരു രണ്ടാം വിവാഹം ആയിട്ടും നല്ലൊരു പരിഗണനയും കാര്യങ്ങളുമായിരുന്നു എനിക്കവർ തന്നത്. ആദ്യ ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നുള്ള അവഗണനയും കാര്യങ്ങളും ഞാൻ ഇവിടെ മുതലാക്കി. കാരണം എനിക്ക് നല്ലൊരു പരിഗണന കിട്ടുന്നുണ്ട്, ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അങ്ങനെ ഒരു ദിവസമായിരുന്നു കുടുംബത്തിലെ ഒരു ഉത്സവം നടക്കുന്നത്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സബിത ചേച്ചി, നമ്മളെല്ലാവരും ഉത്സവത്തിന് പോകാൻ ഒരുങ്ങുക, ചേച്ചിയും ഒരുങ്ങിക്കോട്ടോ. പിന്നെ അവിടെ നടക്കുന്ന സമയത്ത് എല്ലാം ശ്രദ്ധിച്ച് നടക്കണം, സ്വർണവും കാര്യങ്ങളൊന്നും ഇടണ്ട. പിന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തിരക്കിൻ്റെ ഇടയിലൊന്നും പോകണ്ട കേട്ടോ. തിരക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഉന്തും തള്ളൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ സ്ത്രീകളല്ലേ, എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ വലിയൊരു ഉത്സവ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം എല്ലാവരും അങ്ങോട്ട് പോകുന്ന സമയത്ത് ആൾത്തിരക്കും കൂടുതലൊക്കെ ഉണ്ടാവും. ചേച്ചി ഒന്ന് നോക്കി നിൽക്കണം കേട്ടോ എന്ന് മാത്രം അവൾ വന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ചേച്ചി റെഡി ആയിക്കോ, ഞാനും റെഡിയായിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ പോയി. ശരിക്കും ഉത്സവത്തിന് പോകാൻ എനിക്ക് നല്ല മൂഡില്ലായിരുന്നു. മേസ്തിരിയായ എൻ്റെ കെട്ടിയോൻ നേരെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആളെവിടെയാണെന്നറിയില്ല. ഞാൻ അവളോട് ചോദിച്ച സമയത്ത് പറഞ്ഞു, എവിടെങ്കിലും കള്ളു കുടിച്ച് കിടക്കായിരിക്കും, ഉത്സവമല്ലേ ചേച്ചി, ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അവർ ആഘോഷിക്കല്ലേ ചെയ്യുക എന്ന് അവളെൻ്റെ അടുത്ത് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് പുതുമണവാട്ടിയായിട്ട് ഇവിടെ വന്ന സമയത്താണെങ്കിലും ഒരു ആളുടെ കൈ പിടിച്ച് പോകേണ്ടത് എൻ്റെ ഒരു കടമയൊക്കെയാണല്ലോ. ഒരു ഭർത്താവ് എന്ന രീതിയിൽ അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്താണല്ലോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഭർത്താവിനെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ചുരിദാർ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചീകി ശേഷം ഒരു പൊട്ടം തൊട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മായിയമ്മയും പിന്നെ സിസ്റ്ററും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. എന്താ മോളെ ഇങ്ങനെ ഒരുങ്ങി വന്നത്, നീ വരുന്നില്ലേ എന്ന് അവരെൻ്റെ അടുത്ത് ചോദിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെല്ലാം അത്ഭുതപ്പെട്ടാണൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അല്ല അല്ല ആൻറ്റി, ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുങ്ങിയിട്ടുണ്ട്, പോകാനാണ്. അയ്യോ, ഇങ്ങനെയാണോ ഒരുങ്ങുന്നത്? ഇതിപ്പം കണ്ടു കഴിഞ്ഞാൽ എന്തോ വീട്ടിൽ നിൽക്കുന്നതാണൊക്കെ എനിക്ക് തോന്നുന്നത് കേട്ടോ. നല്ലൊരു ഡ്രസ്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല നമ്മളെ. അതിനുശേഷം എൻ്റെ മുന്നിൽ നിന്ന് അമ്മായിയമ്മ നേരെ എൻ്റെ നാത്തൂൻ്റെ അടുത്ത് പറഞ്ഞു, എടി അവളെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരുക്ക്, കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ, എല്ലാവരും ശ്രദ്ധിക്കില്ലേ എന്ന് അവളുടെ അടുത്ത് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ മനസ്സിലായി അവർക്ക് ചെറിയൊരു ആക്ഷേപവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരെന്നെ കൊണ്ട് വീണ്ടും മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നെനിക്ക് തോന്നി. എൻ്റെ നാത്തൂൻ ആ ഒരു സമയത്താണെങ്കിൽ ഒരു പുഞ്ചിരിയോടെ എന്നെ വന്ന് വിളിച്ചു, ചേച്ചി വാ, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അവൾക്കാണെങ്കിൽ എന്നേക്കാൾ ഒരു 8 വയസ്സിന് 9 വയസ്സിൻ്റെ എളുപ്പമുണ്ട്. കാരണം ഞങ്ങൾ തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അവൾ അലമാരയിൽ നിന്നും ഒരു പട്ടുസാരി എടുത്ത് പുറത്തേക്കിട്ടു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അത് തിളങ്ങുന്നുണ്ടായിരുന്നു. അയ്യോ, ഇത്രയൊക്കെയുള്ള ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകണോ? അപ്പോൾ അവൾ തന്നെ പറഞ്ഞു, അല്ല ചേച്ചി, ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ, ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്നെ ഇടിപ്പിച്ചു. ഞാൻ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ദേവിയെ പോലെ അങ്ങനെ ഇരുന്നു. അങ്ങനെ അവളാണെന്നുണ്ടെങ്കിൽ കുറേയധികം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെയാണെങ്കിൽ മറ്റൊരു മോഡലാക്കി മാറ്റി. ഇപ്പോൾ ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഈ ചുരിദാർ കാര്യങ്ങളൊക്കെ പണ്ടത്തെ ഓൾഡ് ഫാഷനല്ലേ, ഇപ്പം ആരും ഇടത്തില്ല. ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ളൂ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നതല്ലേ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ മേക്കപ്പ് ചെയ്തു. ഞാൻ ആ സമയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാത്തിനും ഇരുന്ന് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് നെറ്റിയിലാണെങ്കിൽ ഇടാത്തൊരു സിന്ദൂരക്കരി, അത് ആ ഒരു കുറിയും ഇട്ട് കഴിഞ്ഞ ശേഷമാണ് എന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. ആ ഒരു സമയത്ത് അമ്മായിമ്മ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തിരി ചന്തവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന്
അമ്മായിയമ്മ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു. ആ സമയം ഞാൻ ചിരിച്ചു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, ചുരിദാർ ഇടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു സൈഡിൽ ഒരു തോളിൻ്റെ അടുത്തൊരു ടാറ്റു ഉണ്ട്. അത് അറിയാൻ കഴിയില്ല. പക്ഷേ സാരി ഉടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അറിയാൻ പറ്റും. ചുരിദാറിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ഇറക്കം അങ്ങോട്ട് കയറ്റിട്ട് കഴിഞ്ഞാൽ അറിയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കുഗ്രാമത്തിലാണെങ്കിൽ ടാറ്റു ഒക്കെ അടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കും എന്നെനിക്കറിയായിരുന്നു. അങ്ങനെ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സാരിയും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നിന്നു. അപ്പോൾ എല്ലാവരും ഇറങ്ങി വന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതായത് ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ, അവൾ വന്നിട്ട് എന്നെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇവിടെ തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവാറുള്ളതാണ്, ചേച്ചി എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചാൽ മതി കേട്ടോ, എന്തെങ്കിലും ഉന്തും തള്ളുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്ന് അവളെൻ്റെ അടുത്ത് ഒരു മുന്നറിയിപ്പ് എന്ന് പോലെ തന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ സ്വകാര്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ടിങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ആകെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ, ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ, അവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉത്സവത്തിന് പോകുന്നതാണ്. എല്ലാവരും നല്ല കാര്യം പറഞ്ഞ് നല്ല ജോലിയായിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു പുതുമണമാട്ടി എന്ന രീതിയിൽ എൻ്റെ അടുത്ത് എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അമ്മായിയമ്മയുടെ ചെവിയിൽ ആരോ ഒന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടു, വിശേഷം വല്ല ആയോ പെണ്ണിന് എന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അമ്മായിയമ്മ പറഞ്ഞു, അവിടെ ഞാൻ വന്നതല്ലേ ഉള്ളൂ, പെട്ടെന്ന് അങ്ങനെ വിശേഷമാവോ, ആ സുഗണനല്ലേ ആള് എന്നൊക്കെ അവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണെങ്കിൽ എനിക്കൊരു ചിരി വന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ കൂടെ തന്നെ കുതിരയും കാളയും അങ്ങനെ കുറേയധികം സാധനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. എല്ലാം നോക്കി ഒരു അത്ഭുതത്തോടെ ഞാനിങ്ങനെ നിന്നു. കാരണം എൻ്റെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ അമ്മായിയമ്മയും അയലത്തെ വീട്ടിലെ ചേച്ചിയും എല്ലാവരും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, മോളിതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ, ഫസ്റ്റ് അല്ലേ കാണുന്നത്, കണ്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ, ഇനിയും സാധനങ്ങൾ വരും, ആനയൊക്കെ വരുന്നുണ്ട് അലങ്കരിച്ചുകൊണ്ടൊക്കെ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനെല്ലാം ഇങ്ങനെ കൗതുകത്തോടെ കാഴ്ച കണ്ടിരുന്നു. ആ ടൈമിൽ അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള കച്ചവടക്കാർ ഞങ്ങളിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, അമ്മ ഇങ്ങോട്ട് വാ, ഇവിടെ സാധനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴത്തികളും പിന്നെ മലയാളികളും അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കച്ചവടം നടത്തുന്നുണ്ട് ഉത്സവ ചെന്മേളയിൽ. കുട്ടികളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടു. അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിന്ന് നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാനൊക്കെ ആയിട്ട്. അപ്പോഴായിരുന്നു വലിയൊരു തിരക്ക് ഇങ്ങനെ ഓടി വരുന്നത് എനിക്ക് തോന്നിയത്. എൻ്റെ നാത്തൂനായിട്ടുള്ള പെണ്ണ് എന്നെ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി കൈവിട്ട് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ പറഞ്ഞു. ആ സമയം ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ എന്നെ പിന്നിലേക്ക് ഇങ്ങനെ വരുന്നതാണെന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ തന്നെ തിരക്കിൻ്റെ ഇടയിൽ തന്നെ പെട്ടുപോയതാണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു മനുഷ്യനെ ഞാൻ നോക്കി. ഏകദേശം ഒരു 40 വയസ്സ് തോന്നിക്കുമായിരിക്കും. നല്ല കറുത്തിരുണ്ടിട്ട് ഒരു മനുഷ്യൻ. അയാളുണ്ടെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ആ ഒരു സ്മെല്ലും കാര്യങ്ങളും അടുത്തറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരക്ക് കൂടിക്കൂടി വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മീനാക്ഷി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടിട്ട് നേരെ അപ്പുറത്തേക്ക് പോയി. മീനാക്ഷിയായിരുന്നു എൻ്റെ നാത്തൂൻ. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പെട്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. തൊട്ട് അടുത്തായിട്ട് കുറേ അമ്മച്ചിമാരുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ. അവരെന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ പോകുന്നു. തൊട്ടിപ്പുറത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ, അവരും എന്നെയിട്ട് തള്ളുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാനിങ്ങനെ പെട്ട കണക്ക് ഒരു ജാമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ആ ഒരു മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, പതുക്കെ പതുക്കെ പോണേ, അല്ലെന്നുണ്ടെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, അവിടെ നിന്ന് തെള്ളു വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് പറഞ്ഞു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ആ അപരിചിതനായ മനുഷ്യൻ ചിലപ്പോൾ മദ്യപിച്ച് വീഴും എന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. കാരണം ആളിങ്ങനെ ആടിയാടി നിൽക്കുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നു. അവിടെ കുറേ ആൾക്കാരും താലപ്പൊലിയും ദീപങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ എനിക്ക് കഴിയുന്നില്ല, തിരക്ക് കാരണം. അപ്പോൾ തന്നെ ആളാണെന്നുണ്ടെങ്കിൽ വീഴുന്ന ഒരവസ്ഥയിലൊക്കെ ആയി. ആള് എന്നെ തോളിലിങ്ങനെ പിടിച്ചിങ്ങനെ നിന്നു. ആ ടൈമിൽ ഞാൻ സ്വല്പം അങ്ങോട്ട് കയറി നിന്ന് കൊടുത്തു, പാവം വീഴണ്ട എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ വീണ്ടും ഒരു മരത്തിൻ്റെ അടുത്തെത്തി. അവിടെയാണെങ്കിലും നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ആ മരത്തിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയായിരുന്നു.
ആ നിമിഷം എൻ്റെ പിന്നിലുള്ള ആളും എൻ്റെ ആ ഒരു മരത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരും ആ ഒരു മരത്തിലിങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും തിരക്കങ്ങോട്ട് നീങ്ങി. അവിടെ ഓരോ ആൾക്കാരിങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ മരത്തിൻ്റെ അടുത്ത് ഒരു സാക്ഷിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ആ തിരക്കിങ്ങനെ വരുമ്പോൾ ആളെന്നെ പിടിച്ചു നിർത്തി. അങ്ങോട്ട് വീടില്ല കേട്ടോ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അയാളടുത്ത് പറഞ്ഞു, നിങ്ങൾ വീടായിരുന്നാൽ മതി, ഇപ്പോൾ ആടിയാണ് കേട്ടോ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഉത്സവമല്ലേ, അതുകൊണ്ടാണ് ഇച്ചിരി മദ്യപിച്ചായിരുന്നു എന്ന് അയാളെൻ്റെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇതൊന്നും ശരിയല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് നീങ്ങി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞാനും മീനാക്ഷിയും അമ്മായിയമ്മയും എല്ലാവരുമായിട്ട് കാണുന്നത്. ആ ടൈമിൽ തന്നെ മോളെ ഓക്കെ ആയിരുന്നോ എന്നവരിങ്ങനെ ചോദിച്ചു. ആ ടൈമിൽ ഞാനിങ്ങനെ പറഞ്ഞു ഓക്കെ ആയിരുന്നു. ആ സമയം ഞാൻ ആ കറുത്ത മനുഷ്യനെ നോക്കി. അയാൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അയാളിങ്ങനെ ചിരിച്ചു. ആ ടൈമിൽ അയാൾ എൻ്റെ അടുത്തൊന്നും മിണ്ടിയില്ല. ഞാനും അങ്ങനെ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. വാ മോളെ, നമുക്ക് വളയും മാലയൊക്കെ നോക്കാം, ഇവിടെ കുറെ കടകളും കാര്യങ്ങളും ഉണ്ട്, അതൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായിമ്മനെ ഇങ്ങനെ വിളിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു കടയിലേക്ക് ചേർന്നു. ആ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഒരു കറുത്ത മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നു. അയാൾ എവിടേക്കോ പോയിരുന്നു എന്ന് എനിക്ക് തോന്നി. അവിടെ കടക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ ഒരു തമിഴൻ പിന്നെ ഒരു മലയാളിയാണെന്ന് തോന്നുന്നു. രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, സംസാരവും കാര്യങ്ങളൊക്കെ. അയാൾ എല്ലാവർക്കും വളകളും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മായിയമ്മ തന്നെ പറഞ്ഞു അവർക്ക് വള വേണമെന്ന് പറഞ്ഞു. അയാള് മുറുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മുറുക്കിക്കൊണ്ട് അങ്ങനെ കുറെ വളയും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു. അപ്പോൾ അമ്മായിയമ്മ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, മോക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം എടുക്ക് ഇതിനകത്തുനിന്ന് എന്ന് പറഞ്ഞു. ആ സമയം ഞാൻ എല്ലാ വളകളെയും നോക്കി. പച്ചയും മഞ്ഞയും എല്ലാം ഉണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ ഡ്രസ്സിനോട് മാച്ചായ ആ ഒരു പച്ചയായിരുന്നു. അതും നല്ല കടും പച്ച. അതിൻ്റെ അളവ് കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയാൾ പറഞ്ഞു, കൊച്ചെ ആ കൈയൊന്ന് കാണിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്രീൻ വള, അതായത് പച്ച വളയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലേട്ടിട്ട് തന്നു. അപ്പൊ തന്നെ എൻ്റെ അടുത്ത് ഒരു നല്ല ചന്തമുണ്ടെന്ന് അയാൾ തന്നെ പറഞ്ഞു. അങ്ങനെ ആ ഒരു വളക്കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലുള്ള കുറേ മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അമ്മായിയും പറഞ്ഞു, അതൊന്നും വേണ്ട, ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ വളക്കച്ചവടക്കാരൻ ഓരോ കാര്യങ്ങളും അതുതായിട്ട് എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ വളയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ വീണ്ടും നടന്നു. കൂടെ അമ്മായിമ്മയും മീനും ഉണ്ടായിരുന്നു. നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ ഉത്സവത്തിന്റെ മേളകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാനും അമ്മായിമ്മയും മീനും കൂടെ തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ കണ്ട കാഴ്ച, ആ ഒരു കറുത്ത മനുഷ്യൻ അവിടെ ഇരിക്കുന്നു എൻ്റെ വീട്ടില്. കൂടെ ഭർത്താവ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും മേസ്ത്രിമാരായിരുന്നു. ആ കറുത്ത മനുഷ്യൻ എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തായിരുന്നു. ഞാൻ ആ നിമിഷമാണ് ആ ഒരു കാര്യം തിരിച്ചറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ കണ്ട സമയത്ത് ഒന്ന് ചിരിച്ചു. അയാളും ഒന്ന് ചിരിച്ചു. നല്ല തള്ളുണ്ടായിരുന്നല്ലേ എന്ന് അയാളിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു. ആ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അങ്ങനെ അയാൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുക്കുമോളെ എന്ന് അമ്മായിമ്മ പറഞ്ഞു. കുടിച്ച് പോസായിട്ടിരിക്കുകയാണ്, ഇനി അവർക്ക് കഴിക്കാനും ഞാൻ എടുത്തു കൊടുക്കണോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് കയറിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് നല്ല പോസായിരുന്നു, കള്ളു കുടിച്ച് അവിടെ കിടക്കുന്നു. അമ്മായിമ്മയും മീനും അകത്തേക്ക് വന്നു എന്നുണ്ടെങ്കിലും എന്തോ കാര്യത്തിനായി രണ്ടുപേരും പുറത്തേക്ക് പോയി. ഞാനാണെങ്കിൽ ആ മനുഷ്യന് ഒരു ജ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് മിക്സിയും ജാറും എല്ലാം എടുത്തു വെച്ച് ആ ഒരു പഴങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു. അപ്പോഴായിരുന്നു ആ ഒരു മനുഷ്യൻ, കറുത്ത ആ ഒരു മനുഷ്യൻ അടുക്കളയിലേക്ക് വരുന്നത്. അയാൾ വന്ന സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒച്ചയോ ബഹളോ ഒന്നും ഉണ്ടാക്കാതെ തന്നെയാണ് അകത്തേക്ക് വരുന്നത്. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ടൈമിൽ ആളെ കണ്ടിട്ട് ഒന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്ന് അയാൾ എന്നോട് ചോദിച്ചു, എന്താ പേടിച്ചു പോയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആള് അകത്തേക്ക് വന്നത്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജ്യൂസോ കാര്യങ്ങളോ. ആ നല്ല കട്ടയ്ക്ക് തന്നെ ഉണ്ടാക്ക്, നല്ല ക്ഷീണമുണ്ട് എൻ്റെ കൊച്ചെ. അവിടെയാണെന്നുണ്ടെങ്കിൽ കുറെ തെള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, കൊച്ചിനെ ഞാൻ അവിടെ പിടിച്ചു നിർത്തിയതായിരുന്നു, അല്ലെങ്കിൽ ആൾക്കാർ വന്ന് തട്ടിയിട്ടേനെ എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാനെല്ലാം ഒരു പുഞ്ചിരിയോടെ കേട്ടു.
അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ആള് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ എന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഡിസ്കംഫർട്ട് പോലെ തോന്നി. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, പെട്ടെന്ന് അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ ആരും അങ്ങനെ വന്ന് സഹായിക്കാറൊന്നുമില്ല. അപ്പോൾ ആ ഒരു അപരിചിതനായിട്ടുള്ള മനുഷ്യൻ വന്ന് പെട്ടെന്ന് അങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളെല്ലാം റെഡി. 2 മുട്ടയും കൂടെ പുഴുങ്ങിയായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ഒന്ന് കുശാലായനെ എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മുട്ടയും കൂടെ മതിയോ എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് ഒരു കൊച്ചു കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പെട്ടെന്ന് തന്നെ ഒന്ന് കളിയാക്കി സംസാരിച്ചു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്നിട്ട് അവിടെ ഒരു നല്ല സൗഹൃദപരമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഹോളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ശബ്ദം. ഭർത്താവായിരുന്നു. ആളിനി വാള് വെക്കണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. ആളവിടെ പൂസായിട്ട് തന്നെ കിടക്കുകയായിരുന്നല്ലോ. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ മിച്ചറോ ചിപ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കുഞ്ഞേ, ഞങ്ങൾ അവിടെ വരുന്നിട്ട് ഒന്ന് കഴിച്ചിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പൊ തന്നെ നിങ്ങളൊക്കെ ഓവറാണ്, വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച ആളുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചു നിന്നു. കുറേ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് മീനൂട്ടിയും അമ്മായിയമ്മയുടെയും ഒരു ബഹളം പുറത്തിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അവർ വന്നതാണോ എന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് നോക്കി. അവർ പുറത്തങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അയാളെൻ്റെ പിന്നിൽ വന്ന് നിന്നിട്ട് നേരെ നോക്കി. എന്താ നോക്കുന്നേ? ഞാൻ പറഞ്ഞു, മീനൂട്ടിയും അമ്മായിമ്മയും അവിടെ എന്തോ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, അവരാ ഒരു വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കാം, അപ്പുറത്തുള്ള വീട്. അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം അവരെ തിരിച്ചു വരത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളൂ, അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യും എന്നൊക്കെ അയാൾ പറഞ്ഞു. ഞാനൊരു പുഞ്ചിരിയോടെ എല്ലാം ഒരു കറക്റ്റായിട്ട് ജ്യൂസും കാര്യങ്ങളും എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചു. എന്നിട്ട് അയാൾക്ക് കൊടുത്തു. ഭർത്താവാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കവും കാര്യങ്ങളുമായിരുന്നു. ഞാൻ വിളിക്കാനോ ഉണർത്താനോ ഒന്നും പോയില്ല. ഞാൻ തിരികെ വന്ന് ആ ഒരു സോഫയിലിരുന്നു. അയാളും എൻ്റെ അടുത്ത് അപ്പുറത്തുമായിരുന്നു ജ്യൂസ് കുടിക്കായിരുന്നു. അപ്പോൾ തന്നെ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവനെ എങ്ങനെ കിട്ടി നോക്ക്. കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വന്ന സമയത്ത് ഇത്രയും അടിപൊളിയായിട്ടൊരു ഭാര്യയെ അവന് കിട്ടുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളെല്ലാം ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ടായിരുന്നു, അവനിനി എവിടുന്ന് പെണ്ണ് കിട്ടാനാണ്. പക്ഷേ ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണ് വന്നു കയറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്ന് അയാളങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരാൾക്കാർ പറയുന്നത്. ആദ്യ വിവാഹം നടന്ന സമയത്ത് പോലും ഇത്രയും പുകഴ്ത്തിയൊന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് കല്യാണം കഴിച്ചയച്ചത്. കൊച്ചിന് കുറച്ചുകൂടെ നല്ല ആരെങ്കിലും നോക്കായിരുന്നു. ഇത് ഇവനാണെന്നുണ്ടെങ്കിൽ അത്രയും ചേരുന്നില്ല കൊച്ചിന് എന്ന് അയാളെൻ്റെ അടുത്ത് പറഞ്ഞു. കൊച്ചി കോളേജിലൊക്കെ പഠിച്ചല്ലേ, അവിടെ എന്തെങ്കിലും നോക്കിക്കൂടായിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു, കോളേജിൽ പഠിച്ചത് ഏകദേശം ഒരു 3 വർഷങ്ങൾ മുമ്പായിരുന്നു. പിന്നെയാണ് കല്യാണം വേറെ കഴിഞ്ഞത്. ഓ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, ഏതായാലും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ എന്ന് അയാളും പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, പ്രേമമൊക്കെ എനിക്കുണ്ടായിരുന്നു, കല്യാണം കഴിക്കാനും അതൊക്കെ. പക്ഷേ ആ ടൈമിലാണെങ്കിൽ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ്. കൊച്ചിനെ കണ്ടാലേ അറിയാം, ഒന്ന് പ്രേമിച്ചു പോകുന്ന ഒരാളാണ് തന്നെയാണ്, കാണാനൊക്കെ ഒരു സുന്ദരിയാണല്ലോ എന്ന് അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാനാണെന്നുണ്ടെങ്കിൽ കാണാൻ കുഴപ്പമില്ലായിരിക്കും എന്ന് മാത്രം ഞാൻ തിരിച്ചു പറഞ്ഞു. ഓക്കെ ഓക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു അമ്മായിമ്മയും മീനും ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ അമ്മായിയമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, സുധാകരൻ വല്ലതും കൊടുത്തായിരുന്നു സബിതേ എന്ന് ചോദിച്ചപ്പോൾ സുധാകരൻ, അതായത് എൻ്റെ ഹസ്ബൻഡ് കൂട്ടുകാരൻ പറഞ്ഞു, ഇവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ചു തന്നു, ഞങ്ങളിന്ന് കുടിക്കുകയായിരുന്നു, നിങ്ങൾക്ക് അവിടെ വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിക്കുക എന്ന് സുധാകരൻ പറഞ്ഞു. അപ്പോൾ തന്നെ അമ്മായിയമ്മയും മീനാക്ഷിയും അകത്തേക്ക് കയറിപ്പോയി. ജ്യൂസ് എടുത്ത് കുടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളടിച്ചാണല്ലേ, ഏലക്ക കേട്ടിട്ടുണ്ടല്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് അമ്മായിയമ്മയും പറഞ്ഞു, മീനാക്ഷിയും പറഞ്ഞു. അപ്പം തന്നെ അയാൾ പറഞ്ഞു, സുഗണൻ്റെ ഭാര്യയും തന്നെയാണ്, അവന് ഭാഗ്യം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കൊച്ചിനെ കിട്ടിയത്, അല്ലേ എവിടുന്ന് കിട്ടും ഇതാണ് കൊല്ലത്തിന് എന്ന് അയാൾ അമ്മായിയമ്മയുടെ അടുത്ത് പറഞ്ഞു. മോള് സബിത മോളല്ലെങ്കിലും നല്ല സുന്ദരിയുമാണ്, പിന്നെ നല്ല കാര്യപ്രാപ്തിയുണ്ട്, അത് ഞങ്ങളെപ്പോഴും പറയും. സുധാകരനും അത് തോന്നിയല്ലേ എന്ന് അങ്ങനെ ചോദിച്ചു. അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. സുധാകരേട്ടനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി അത് അമ്മായിയമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു.
സുധാകരന് പോകണ്ടേ എന്ന് അമ്മായിയമ്മ ചോദിച്ചു. ആ സമയം സുധാകരൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാൻ പോവാ കുഞ്ഞെ, നമുക്ക് വീണ്ടും കാണാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധാകരൻ പോയി. അപ്പോൾ അമ്മായിമ്മേൻ്റെ അടുത്തൊന്ന് പറയുന്നുണ്ടായിരുന്നു, ഭാര്യയായിട്ട് അത്ര സുഖത്തിലല്ല, അവരെ മുന്നേത്തേക്ക് പ്രശ്നങ്ങളുണ്ട്, നീ ഇവിടെയും പ്രശ്നങ്ങളൊക്കെ ആക്കാൻ വരുമോ, പോട്ടെ പെട്ടെന്ന് എന്ന് അമ്മായിമ്മ അത് പറഞ്ഞു. അതിനുശേഷം അയാൾ പോവുകയും ചെയ്തു. ഈ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു കഥയായിട്ട് വീണ്ടും കാണാം. അപ്പം കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അതുവരെയും ബൈ ബൈ. ഓക്കെ, ബൈ.